മക്കബായർ. അന്തിയോക്കസ് എപ്പിഫാനസിന്റെ ഭരണകാലഘട്ടത്തിൽ യഹൂദരെ പീഡിപ്പിക്കുകയും മതസ്വാതന്ത്ര്യം നിഷേധിക്കുകയും വിജാതീയ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അവരോട് കുമ്പിടാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ജെറുസലേം ദേവാലയം മലിനമാക്കുന്ന കാലഘട്ടം, ഒത്തിരി യഹൂദർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന കാലഘട്ടം. മത്താത്തിയാസും മക്കളും ശക്തമായ പ്രതിരോധം ഏർപ്പെടുത്തുന്നു. യൂദാസ് മക്കബേയൂസിന്റെ നേതൃത്വത്തിൽ വലിയ സൈന്യമൊരുങ്ങുന്നു. എപ്പിഫാനസിനെ എതിരിടുന്നു. അവർ വിജയം വരിക്കുന്നു. ദേവാലയം പുനരുദ്ധരിക്കുന്നു. പുനഃപ്രതിഷ്ഠ നടത്തുന്നു. ഹനൂക്ക തിരുനാൾ അവിടെയാണ് ആഘോഷിക്കുക. 9 തിരിയിട്ടുള്ള വിളക്കിന്റെ പ്രകാശത്തിന്റെ തിരുനാൾ. ഒരു സ്ത്രീയും 7 മക്കളും സ്വയം ബലി കൊടുക്കുന്ന ഒരു കഥ കൂടി 2 മക്കബേയരുടെ പുസ്തകത്തിൽ നാം വായിക്കും. നീചനായ നീ ഞങ്ങളെ കൊല്ലുമെങ്കിലും അനശ്വരനായ ദൈവം ഞങ്ങളെ നിത്യജീവനിലേക്ക് ഉയിർപ്പിക്കും, വിജയിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മരണം പുൽകുന്നവർ. യൂദാസ് മക്കബേയൂസും സൈന്യത്തിലെ മരണമടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗം നമ്മളിവിടെ കാണും. മക്കബേയരുടെ പുസ്തകം മരണത്തിനും അപ്പുറമുള്ള ഉത്ഥാനത്തെ, വിജയത്തെ പ്രഘോഷിക്കുന്ന ഗ്രന്ഥമാണ്. ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക, നീതിപൂർവം ധൈര്യപൂർവം വിശ്വാസത്തിന് സാക്ഷികളായി ജീവിക്കുക. ദൈവം ഇഹലോകത്തിലും പരലോകത്തിലും വിജയം നൽകും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.